വീണ്ടും VRS പ്രഖ്യാപിച്ച BSNL 20,000 ജീവനക്കാരെ പിരിച്ചുവിടാൻ BSNL ധനമന്ത്രാലയത്തിന്റെ അനുമതി തേടി. ശമ്പളാനുകൂല്യങ്ങൾക്കായി മൊത്ത വരുമാനത്തിന്റെ 35% നീക്കിവെക്കേണ്ടി വരുമെന്നും VRS നടപ്പാക്കിയാൽ പ്രതിവർഷം 5,000 കോടിയോളം രൂപ ലാഭമുണ്ടാകുമെന്നുമാണ് കമ്പനിയുടെ വാദം. BSNLന്റെ പ്രവർത്തനം വിപുലപ്പെടുത്തി സ്വകാര്യ ടെലികോം കമ്പനികളുമായി മത്സരിക്കാനും പിടിച്ചുനിൽക്കാനുമുള്ള ശ്രമം ഒരു വശത്ത് നടക്കുമ്പോഴാണ് രണ്ടാം ഘട്ട VRSനു വേണ്ടിയുള്ള നീക്കം. 20,000-ഓളം ജീവനക്കാരെ ഒഴിവാക്കാൻ BSNL ധനമന്ത്രാലയത്തിന്റെ അനുമതി തേടി. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നത് കടബാധ്യത കുറച്ച് പ്രവർത്തന മേന്മയിൽ കേന്ദ്രീകരിക്കാൻ സ്ഥാപനത്തെ സഹായിക്കുമെന്നാണ് BSNL ധനമന്ത്രാലയത്തെ അറിയിച്ചത്. ഇതിനായി ധനമന്ത്രാലയത്തിൽ നിന്ന് 15,000 കോടി രൂപ ലഭിച്ചാൽ VRS നടപ്പിലാക്കും. മാത്രമല്ല, ശമ്പളാനുകൂല്യങ്ങൾക്കായി മൊത്ത വരുമാനത്തിന്റെ 35% നീക്കിവെക്കേണ്ടി വരുന്ന സാഹചര്യമാണെന്നും VRS നടപ്പിലാക്കിയാൽ പ്രതിവർഷം 5,000 കോടി രൂപ ലാഭിക്കുമെന്നുമാണ് ധനമന്ത്രാലയത്തെ അറിയിച്ചത്. ഇപ്പോൾ ഈ ഇനത്തിൽ ആകെ വേണ്ടത് 7,500 കോടിയാണ്. ഒന്നാം VRSൽ 40,000-ൽ പരം ജീവനക്കാരാണ് കമ്പനി മുന്നോട്ട് വെച്ച വാഗ്ദാനം അംഗീകരിച്ച് വിടവാങ്ങിയത്. ഇതിനായി 7,000 കോടിയോളം രൂപ ചെലവായിട്ടും കമ്പനിയുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ടില്ല. 3G, 4G സേവനങ്ങൾ ഉദ്ദേശിച്ച വിധം നടപ്പാക്കാൻ കഴിയാതെ പോയതോടെ വരിക്കാരുടെ കൊഴിഞ്ഞുപോക്കും രൂക്ഷമായി. കൈരളി ന്യൂസ്, ദില്ലി.